ഇന്ത്യയുടെ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗാവസ്കറിന് ഇന്ന് 75-ാം പിറന്നാൾ. ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻ, ഇന്ത്യൻ ക്രിക്കറ്റിൽ പകരം വയ്ക്കാനില്ലാത്ത താരം. 1983-ൽ ഇന്ത്യ ആദ്യ ലോകകപ്പിൽ മുത്തമിടുമ്പോൾ ടീം അംഗമായിരുന്നു. ലിറ്റിൽ മാസ്റ്റർ എന്ന് വിളിപ്പേരുള്ള സുനിൽ ഗാവസ്കർ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വഴികാട്ടിയും ബാറ്റിംഗ് ഇതിഹാസവുമായ സുനിൽ ഗാവസ്കറിന് ഇന്ന് 75-ാം പിറന്നാൾ. 1971-ൽ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയ ഗാവസ്കർ ലോക ക്രിക്കറ്റിലെ തന്നെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ്. ഒരു ടെക്നിക്കൽ ബാറ്റ്സ്മാൻ ആയിരുന്ന ഗാവസ്കർ കൃത്യതയ്ക്കും ക്ഷമയ്ക്കും പേരുകേട്ട താരമായിരുന്നു. ലിറ്റിൽ മാസ്റ്റർ എന്നും സണ്ണി എന്നും അദ്ദേഹം അറിയപ്പെട്ടു. ഗാവസ്കർ എത്രത്തോളം ക്രീസിൽ നിലനിൽക്കുന്നുവോ അത്രത്തോളം പ്രതീക്ഷയുമുണ്ട് എന്നായിരുന്നു അക്കാലത്ത് പറയപ്പെട്ടിരുന്നത്. 1983-ൽ ലോകകപ്പ് നേടിയ ടീമിൽ അംഗമായിരുന്ന ഗാവസ്കർ ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് മറികടക്കുന്ന ആദ്യ ബാറ്റ്സ്മാൻ കൂടിയാണ്. ഇന്ത്യക്ക് വേണ്ടി 125 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും 10,122 റൺസും 108 ഏകദിന മത്സരങ്ങളിൽ നിന്നും 3,092 റൺസും സ്വന്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 35 സെഞ്ചുറികളാണ് ഗാവസ്കറുടെ സമ്പാദ്യം. കരിയറിൽ 108 ക്യാച്ചുകൾ നേടിയ അദ്ദേഹം ഒരു മികച്ച ഫീൽഡർ കൂടിയായിരുന്നു. വിക്കറ്റ് കീപ്പറെ കൂടാതെ 100 ക്യാച്ചുകൾ എന്ന നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ഗാവസ്കർ. 1987-ൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിട്ടും ഗാവസ്കർ മറ്റു പല മേഖലയിലും തുടർന്നു. കമന്റേറ്റർ, എഴുത്തുകാരൻ, വിവിധ സാങ്കേതിക സമിതികളിലെ അംഗം, യുവകളിക്കാരുടെ ഉപദേഷ്ടാവ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് നൽകിയ സംഭാവനയ്ക്ക് കായിക ബഹുമതിയായ അർജുന അവാർഡും സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണും പത്മവിഭൂഷണും ഗാവസ്കറിനെ തേടിയെത്തി. 2009-ൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിലും ഗാവസ്കറിനെ ഉൾപ്പെടുത്തി. സ്പോർട്സ് ഡെസ്ക്, ജനം. സുനിൽ മനോഹർ ഗാവസ്കർ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് സണ്ണി ഭായ്, സണ്ണി സാർ, അങ്ങനെ ഈ പറയുന്ന ഇപ്പോൾ വളരെ ശ്രമിച്ച് വളരെയധികം എഫർട്ട് എടുത്ത് എഴുതിയ ഈ ഒരു പ്രൊഫൈലിലോ കണക്കുകളിലോ ഡോൺ ബ്രാഡ്മാൻ്റെ റെക്കോർഡ് തകർത്തയാൾ, അതല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ച ആദ്യ കളിക്കാരൻ തുടങ്ങി കണക്കുകൾ, സെഞ്ചുറികളുടെ എണ്ണം, നേടിയ റൺസിൻ്റെ എണ്ണം, അതിലൊന്നും ഒതുങ്ങുന്നതല്ല സുനിൽ ഗാവസ്കർ എന്ന ഇതിഹാസം. കാര്യം ഇന്ത്യ ലോക ക്രിക്കറ്റിൽ ഒന്നുമല്ലാതിരുന്നൊരു കാലത്ത് വെസ്റ്റ് ഇൻഡീസിൻ്റെ മുന്നിൽ വെസ്റ്റ് ഇൻഡീസ് എന്ന് എഴുതി കാണിച്ചാൽ, അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ബോളർമാരുടെ മുഖം കണ്ടാൽ, ആ പേര് കേട്ടാൽ ലോകം വിറയ്ക്കുന്ന ഒരു കാലത്ത് അവിടെ ചെന്ന് 1971-ൽ അവിടെ ചെന്ന്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, വായിച്ചിട്ടുള്ള ശരിയാണെങ്കിൽ 774 റൺസോ മറ്റാണ് ഒരു 5 ടെസ്റ്റ് പരമ്പരയിൽ അദ്ദേഹം അടിച്ചെടുത്തത്. ഇന്ത്യ ക്രിക്കറ്റിലൊരു ശക്തിയാണെന്ന് തെളിയിക്കുന്ന ഒരു കാലം. ഇനി ഇതൊക്കെ പോട്ടെ, റൺസിൻ്റെ എണ്ണവും സെഞ്ചുറിയും സ്കോറും ഒക്കെ പോട്ടെ, അന്ന് ഈ തീപാറുന്ന പന്തുകൾ എറിയുന്ന ബോളർമാർക്ക് മുന്നിൽ അവരുടെ പേര് കേട്ടാൽ തന്നെ വിറയ്ക്കുന്ന ഒരു കാലത്ത് ആ ബോളർമാർക്ക് പ്രത്യേകതയുണ്ട്. ഇന്നത്തെ പോലെ അച്ചടക്ക സമിതിയും അച്ചടക്ക നടപടിയൊന്നുള്ള കാലമല്ല. അപ്പീൽ ചെയ്ത് LBW മറ്റ് അപ്പീൽ ചെയ്ത് എംപയർ ഔട്ട് കൊടുത്തെങ്കിൽ അടുത്ത് ചെയ്യുന്നത് തൊഴിച്ച് സ്റ്റമ്പ് പൊട്ടിക്കുന്ന ബോളർമാരാണ്. ഇവർക്ക് മുന്നിൽ ഹെൽമറ്റോ ഈ യാതൊരുവിധ പ്രതിരോധവും ഇല്ലാതെ ഇന്ന് ശരീരം മുഴുവൻ സംരക്ഷിക്കാൻ സംവിധാനങ്ങളുണ്ട്, അത് വേണം താനും. കാര്യം അതില്ലാതെ ചില ജീവനുകൾ കൊഴിയുന്നത് നമ്മൾ കണ്ടു. പക്ഷെ കേവലം പാഡും ഗ്ലൗസും കൊണ്ട് ഈ ബോളർമാരെ നേരിട്ടാണ് അദ്ദേഹം ഭാരതം ക്രിക്കറ്റിലൊരു ശക്തിയാണെന്നുള്ളത് അവിടെ വെച്ചത്. ഈ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ലഭിച്ച കാര്യം ഒക്കെ പറയുന്നു 1983-ൽ. പക്ഷെ അത് അപ്പോഴേക്കും ശരിക്കും സുനിൽ ഗാവസ്കറുടെ പ്രതാപം ഒരു പക്ഷേ അതിൻ്റെ ഒരു തിരി ബാക്കി ഉണ്ടായിരുന്നു. കാര്യം 84-ലാണ് ഈ ഇന്ത്യയിൽ വെസ്റ്റ് ഇൻഡീസ് വന്നപ്പോഴാണ് അതും ഒരു നിമിത്തം പോലെ, ഒരു നിയോഗം പോലെയൊക്കെ വെസ്റ്റ് ഇൻഡീസിനെ ഇന്ത്യയിൽ വരുത്തി തന്നെയാണ് തൻ്റെ വളരെ പതുക്കെ കളിക്കുന്ന ബാറ്റ്സ്മാൻ എന്നുള്ള ഒരു പേരുദോഷം മാറ്റിയ ഒരു സെഞ്ചുറി ഡൽഹി ഫിറോസ് ഷാ കോട്ട്ലയിൽ പിറക്കുന്നു. പന്തെറിയുന്ന വേഗത്തിൽ തിരിച്ചു പറത്തുന്നു. അതുവരെ ഗാവസ്കർ കളിച്ചിരുന്ന ശൈലിയല്ല. അവിടെ വെച്ച് ബ്രാഡ്മാൻ്റെ റെക്കോർഡിനൊപ്പം എത്തുന്നു. അതിനുശേഷം ആ പരമ്പരയിൽ തന്നെ ചെന്നൈയിൽ ചെപ്പോക്കിൽ നടക്കുന്ന മത്സരത്തിൽ ഡബിൾ സെഞ്ചുറിയുമായി ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്നുള്ള റെക്കോർഡ് അന്ന് കുറിക്കുന്നു. ഒപ്പം ബ്രാഡ്മാൻ്റെ റെക്കോർഡ് മറികടക്കുന്നു. ഇന്ത്യ പരമ്പരയിൽ 3-0 തോറ്റുവെന്നും ഏകദിന പരമ്പര ഏകപക്ഷീയമായി തോറ്റും എന്നുള്ളതൊക്കെ മറ്റൊരു സംഗതി. പക്ഷേ അത് സുനിൽ ഗാവസ്കർ എന്ന കളിക്കാരൻ ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയിട്ടുള്ള സംഭാവന കേവലം കണക്കുകൾ ഒതുങ്ങില്ല എന്ന് പറയാനാണ് ഇത്രയും പ്രസംഗിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു വഴികാട്ടി. തീർച്ചയായിട്ടും. കാര്യം അതുവരെ പ്രഗത്ഭരുണ്ടായിരുന്നു, പറയാൻ തുടങ്ങിയ ഒട്ടനവധി പേരുകളുണ്ട്. പക്ഷേ ഒരു മാറ്റം, ഒരു പക്ഷേ 71-ൽ
ഇംഗ്ലണ്ടിൽ ഇന്ത്യ പരമ്പര ജയിക്കുന്നു. അതിനൊപ്പം ഇന്ത്യ ഒരു വെറുതെ എഴുതിത്തള്ളാവുന്ന, മറ്റത് പ്രാക്ടീസ് മാച്ചിന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു ടീം അത്രയേ ഉള്ളൂ. സമീപകാലത്ത് സിംബാബ്വേയിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ അയച്ചിരിക്കുന്നു, അതുപോലെയൊക്കെയേ ഉള്ളൂ.